ബുദ്ധിമാനായ മുയൽ. ഒരിക്കൽ ഒരു കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. അവൻ തന്റെ പ്രജകളെ കൊന്നു തിന്നുമായിരുന്നു. അത് കാരണം മൃഗങ്ങൾ വളരെ വിഷമത്തിലായി. മൃഗങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. അത് സിംഹത്തിനെ അവർ അറിയിക്കുകയും ചെയ്തു. പ്രഭു, അങ്ങയുടെ പ്രജകളെ ഇങ്ങനെ കൊന്നു തിന്നരുതേ. ഞങ്ങളിൽ ഒരാൾ ദിവസവും ഭക്ഷണമായി അങ്ങയുടെ അടുത്തേക്ക് വന്നുകൊള്ളാം. ആ തീരുമാനം സിംഹത്തിനും വളരെ ഇഷ്ടമായി. ശരി, അങ്ങനെയാവട്ടെ എന്ന് സിംഹം പറഞ്ഞു. അന്നു മുതൽ ഒരു മൃഗം സിംഹത്തിന് മുൻപിൽ ബലിമൃഗമായി എത്തും. മാസങ്ങൾ കഴിഞ്ഞു. അടുത്ത ഊഴം ഒരു മുയലിൻ്റെതായിരുന്നു. തന്റെ വിധിയോർത്ത് അവൻ വളരെ വിഷമിച്ചു. എങ്ങനെ ഞാനിതിൽ നിന്ന് രക്ഷപ്പെടും എന്നായി അവന്റെ ചിന്ത. ബുദ്ധിമാന്മാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു മുയൽ വളരെ താമസിച്ചാണ് സിംഹത്തിന്റെ അടുത്തെത്തിയത്. വൈകിയതിന് കാരണം സിംഹം അന്വേഷിച്ചപ്പോൾ മുയൽ പറഞ്ഞു, വഴിയിൽ വലിയൊരു സിംഹമുണ്ടായിരുന്നു. അങ്ങേക്കാൾ ഭയങ്കരനാണവൻ. എന്നെ തിന്നാൻ ഒരുങ്ങിയതായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടതാണ്. എന്ത്, നമ്മുടെ കാട്ടിൽ മറ്റൊരു സിംഹമോ? അവനെ കൊല്ലാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല. ആ ഭോഷൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? തമ്പുരാനെ, അടിയൻ ആ ധിക്കാരിയെ കാണിച്ചു തരാം എന്ന് കരുതി എന്ന് പറഞ്ഞു. മുയൽ മുൻപിലും പിറകെ ദേഷ്യത്തിൽ സിംഹവും നടന്നു. മുയൽ ആഴമുള്ള ഒരു കിണറിനരികിലെത്തി. സ്വാമി, ആ ദുഷ്ടൻ ഈ കിണറിലാണ് ഒളിച്ചിരിക്കുന്നത്. അങ്ങ് തൃക്കൺ പാർക്കണം. മുയൽ സവിനയം പറഞ്ഞു. ഉടനെ സിംഹം കോപത്തോടെ കിണറ്റിനുള്ളിലേക്ക് നോക്കി. തെളിഞ്ഞ വെള്ളത്തിലതാ സിംഹം തുറിച്ചു നോക്കുന്നു. ഭയങ്കര കോപത്തോടെ സിംഹം അലറി. എതിരാളിയോട് വിട്ടുകൊടുക്കുന്നു. അവനും അതേ സ്വരത്തിൽ തന്നെ അലറി. ധിക്കാരി, എന്നെ പോലെ നീ മലർന്നു. നിന്നെ ഞാൻ കൊന്നുകളയുന്നുണ്ട് എന്ന് പറഞ്ഞു സിംഹം അട്ടഹസിച്ചു. അവന് വിട്ടുകൊടുത്തില്ല. രണ്ടിൽ നിന്നും അതിനേക്കാൾ ഉഗ്രമായ അട്ടഹാസം ഉയർന്നു. വിദ്യയായ സിംഹം ശത്രുവിനെ കൊല്ലാൻ കിണറ്റിലേക്ക് എടുത്തു ചാടി. അവന്റെ കഥയും കഴിഞ്ഞു. വെള്ളത്തിൽ സ്വന്തം പ്രതിരൂപം കണ്ട് തിരിച്ചറിയാൻ പോലും ബുദ്ധിയില്ലാത്ത സിംഹം അങ്ങനെ ചത്തുമലച്ചു. മുയലിന്റെ ബുദ്ധിസാമർത്ഥ്യത്തെ മറ്റു മൃഗങ്ങൾ അഭിനന്ദിച്ചു. സന്തോഷത്തോടെ